Priyanka from Prime Decor. 6 design tips to consider while designing a wardrobe. So, tip number 1, നിങ്ങളുടെ റൂം ലേഔട്ട് ചെറുതാണോ വലുതാണോ എന്നതിനനുസരിച്ച് നിങ്ങളുടെ വാർഡ്രോബിന്റെ ഷട്ടർ സ്റ്റൈൽ ചൂസ് ചെയ്യാം. നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്, ഒന്നെങ്കിൽ സ്ലൈഡിംഗ് അല്ലെങ്കിൽ ഷട്ടർ ഡോർസ്. ടിപ്പ് നമ്പർ 2, നിങ്ങളുടെ സ്റ്റോറേജിന്റെ സൈസ് ആണ്. അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ ഷോപ്പിംഗ് രീതികളൊക്കെ അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ്, നിങ്ങൾ ഫ്രീക്വന്റ്ലി പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ വലിയൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ പോവാം. അല്ല നിങ്ങൾ മിനിമലിസ്റ്റിക് ആണ്, വളരെ ഓർഗനൈസ്ഡ് ആണ് എങ്കിൽ നിങ്ങളുടെ വാർഡ്രോബിന്റെ സ്പേസ് അതിനനുസരിച്ച് കംപ്രസ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ടിപ്പ് നമ്പർ 3, നിങ്ങളുടെ വാർഡ്രോബിന്റെ ഇൻസൈഡ് പ്ലാൻ ചെയ്യുന്നതിനാണ്. നിങ്ങളുടെ ലീസ്റ്റ് യൂസ്ഡ് ഐറ്റംസ് എബവ് ഐ ലെവലിലും മോസ്റ്റ് യൂസ്ഡ് ഐറ്റംസ് നിങ്ങളുടെ ഐ ലെവലിലും ലെസ് യൂസ്ഡ് ഐറ്റംസ് ബിലോയും കീപ്പ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ടിപ്പ് നമ്പർ 4, നിങ്ങൾ എപ്പോഴും ഫംഗ്ഷനാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എസ്തെറ്റിക്സ് ഒരു പരിധിവരെ ഓക്കെയാണ്, പക്ഷെ ഫംഗ്ഷനാലിറ്റിക്ക് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ടിപ്പ് നമ്പർ 5, ഒരുപാട് ഓർഗനൈസേഴ്സും ആക്സസറീസും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ സ്പേസ് അനുസരിച്ച് അതിനെ ചൂസ് ചെയ്യുക. ടിപ്പ് നമ്പർ 6, നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ തീമും അനുസരിച്ച് നിങ്ങളുടെ വാർഡ്രോബിന്റെ ഫിനിഷസും ഷട്ടർ ഫിനിഷസും ചൂസ് ചെയ്യുക. ഇനിയും കൺഫ്യൂസ്ഡ് ആണോ നിങ്ങൾ? ഞങ്ങളുടെ നിയറസ്റ്റ് പ്രൈം ഡെക്കർ സ്റ്റോർ വിസിറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഡിസൈൻ ടീം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാർഡ്രോബ് ചൂസ് ചെയ്ത് തരുന്നതാണ്. താങ്ക് യു.